മനസ്സ് എന്നാവട്ടെ. ഞാൻ ആര്യ എസ് കൃഷ്ണൻ, പുന്നമൂട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീം NSS 1038 NSS വോളണ്ടിയർ. കഴിഞ്ഞ 29/11/2020 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആരോഗ്യഗ്രാമം 2020-21 എന്ന ഗ്രൂപ്പിൽ IAP എന്ന സംഘടന അഡോളസന്റ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്കിൽസ് എന്ന പേരിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ടീനേജ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഈ വെബിനാർ സംഘടിപ്പിച്ചത്. ഡോക്ടർ പ്രിയ ശ്രീനിവാസൻ മാമിന്റെ അധ്യക്ഷതയിലാണ് ഈ മീറ്റിംഗ് ആരംഭിച്ചത്. മാം IAPയുടെ തിരുവനന്തപുരം സെക്രട്ടറിയാണ്. IAP എന്നാൽ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് എന്നാണ്. മാം കുട്ടികളുടെ വളർച്ചയെയും അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളെക്കുറിച്ചും മാതാപിതാക്കൾക്ക് കുട്ടികളിൽ വേണ്ട ശ്രദ്ധയെക്കുറിച്ചും പറഞ്ഞു തന്നു. കുട്ടികൾക്ക് ഓരോ ഘട്ടത്തിലും പ്രത്യേക തരത്തിലുള്ള വളർച്ചയാണ്, അതിനാൽ വ്യത്യസ്ത സ്വഭാവവുമായിരിക്കും എന്ന് മാം ബോധ്യപ്പെടുത്തി തന്നു. കൂടാതെ മാം ഈ മീറ്റിംഗിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും മനസ്സിലാക്കി തന്നു. തുടർന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ ജേക്കബ് ജോൺ സാറാണ്. അദ്ദേഹം NSSന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ്. സാർ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ആവശ്യമായ ലൈഫ് സ്കില്ലിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതിനോടൊപ്പം കുട്ടികൾക്ക് പ്രത്യേകിച്ച് NSS വോളണ്ടിയേഴ്സ് അറിഞ്ഞിരിക്കേണ്ട എറ്റിക്വേറ്റ്സിനെ കുറിച്ച് വിശദീകരിച്ചു തന്നു. പ്രധാനമായും ഒരു ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട അച്ചടക്കത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. വോളണ്ടിയേഴ്സിനെ കണ്ടാണ് മറ്റു കുട്ടികൾ പഠിക്കേണ്ടത്. അതിനാൽ നമ്മൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഓൺലൈൻ അല്ല ഏത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താലും അതിന് ഇമ്പോർട്ടൻസ് നൽകി വേണം പങ്കെടുക്കാൻ. ഒരു വോളണ്ടിയർ പൊതുവേദിയിൽ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം നല്ല രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിച്ചു. IAP എന്ന ഓർഗനൈസേഷനാണ് ഡിസ്ട്രിക്ട് NSS സ്കീമിൽ അഡോളസന്റ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്കിൽസ് കൊണ്ടുവന്നത്. ആ ഓർഗനൈസേഷനിലൂടെ സ്കൂളുകളിൽ ഹെൽത്ത് കോർണർ സ്ഥാപിക്കുകയും അതിനോടൊപ്പം തന്നെ വെയിങ് മെഷീൻ, മിറർ, ഹെൽത്ത് ടിപ്സ് ബോർഡ് എന്നിവ സ്ഥാപിക്കുകയും വേണം. അതിലൂടെ കുട്ടികൾക്ക് സ്വയം വിശകലനം ചെയ്യുന്നതിനുള്ള അറിവ് ലഭിക്കുന്നതാണ്. മിറർ കുട്ടികൾ കയറി വരുന്ന എൻട്രൻസിലാണ് സ്ഥാപിക്കേണ്ടത്. ഹെൽത്ത് ടിപ്സ് ബോർഡിൽ ടിപ്സ് ഓരോ വർഷവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. തുടർന്ന് ക്ലാസ് എടുത്തത് ഡോക്ടർ ബെനറ്റ് സൈലം സാറാണ്. അദ്ദേഹം IAPയുടെ തിരുവനന്തപുരം പ്രസിഡന്റാണ്. കൂടാതെ ഒരു പീഡിയാട്രീഷ്യനും കൂടിയാണ്. NSS വോളണ്ടിയേഴ്സിനെയും IAPയെയും സ്വാഗതം ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്ലാസ് ആരംഭിച്ചത്. ആദ്യം സാർ ഏജ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. 13 മുതൽ 19 വയസ്സ് വരെയാണ് കൗമാരപ്രായം. ഒരു നല്ല ആരോഗ്യമുള്ള സ്ത്രീയുടെ ലൈഫ് സ്പാൻ 75 വയസ്സ് വരെയാണ്. എന്നാൽ ഒരു പുരുഷന്റെ ലൈഫ് സ്പാൻ 80 വയസ്സ് വരെയാണ്. ഏറ്റവും അധികം നമ്മൾ കുട്ടികളെ കെയർ ചെയ്യേണ്ടത് 9 വർഷമാണ്. 10നും 19 വയസ്സിനുമിടയിൽ. നമുക്കിപ്പോൾ 16 വയസ്സാണല്ലോ. ഇപ്പോഴാണ് നമ്മൾ ഉറച്ചൊരു തീരുമാനമെടുക്കേണ്ട കാലഘട്ടം. നമ്മൾ ഈ എടുക്കുന്ന തീരുമാനം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. അതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ഓഫ് കരിയർ എന്ന് പറയുന്നത്. ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു വോളണ്ടിയർ ആണ് ഓരോ വ്യക്തിയുടെയും ഗൈഡ് എന്ന് പറയുന്നത്. മുൻപേ പോകുന്ന നല്ലൊരു ലീഡറിന്റെ പുറകെ പോകുന്ന കുട്ടികളും നല്ല മിടുക്കന്മാരായി തീരും. അതിനാൽ ലീഡറിനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ ക്വാളിറ്റീസും നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂസിംഗ് സിഗ്നൽസ് നിറഞ്ഞതാണ്. ഏത് വഴിക്ക് പോകണം, എന്ത് തീരുമാനിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന്റെ ഫലമായി മാനസികമായും ശാരീരികമായും മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം ടീനേജ് ഘട്ടത്തിലെ പ്രശ്നങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. കൗമാരപ്രായം ഹൈ ടെൻഷൻ പീരീഡാണ്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ടെൻഷൻ നിറഞ്ഞ പീരീഡാണിത്. 12-13 വയസ്സാകുമ്പോൾ തന്നെ തന്റെ കൂട്ടുകാരുമായി ചേർന്ന് തീരുമാനമെടുക്കാൻ അവർ പ്രാപ്തരാക്കുകയും ചെയ്യും. തുടർന്ന് സാർ കുട്ടികൾക്ക് ആവശ്യമായ ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് മെന്റൽ ഹെൽത്ത് ആണ്. അതിനെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം ക്ലാസ് എടുക്കുകയുണ്ടായി.
തുടർന്ന് ഫീമെയിൽ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. കൗമാരപ്രായത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്നും അത് ആരോഗ്യപരമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി. ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഇവന്റ്സിൽ വരുന്ന ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ്, ഹെൽത്ത് ഇംപ്ലിക്കേഷൻ, എൻവയോൺമെന്റൽ ചേഞ്ചസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്ഷൽ ഡെവലപ്മെന്റ് ഇവയെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സാർ വിശദീകരിച്ചു തന്നു. അടുത്തതായി അഡോളസെന്റ് ഹെൽത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കൗമാരപ്രായം എന്ന് പറയുന്നത് പെട്ടെന്ന് വളരുന്ന കാലഘട്ടമാണ്. കൗമാരം എന്നത് അതിവേഗ വളർച്ചയുടെയും വികാസത്തിന്റെയും ഘട്ടമാണ്. നല്ല രീതിയിലുള്ള എനർജി ആവശ്യമായ ഒരു കാലവും കൂടിയാണിത്. ആയതിനാൽ നല്ല രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ആവശ്യമാണ് ഈ പ്രായത്തിലെ കുട്ടികൾക്ക് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു പെൺകുട്ടി അവളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തന്നു. ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണമെന്നും ബിഹേവിയർ, മ്യൂച്വൽ റെസ്പെക്ട്, കൺസേൺ, ട്രാൻസ്പെറൻസി, എക്സ്പ്ലോയിറ്റേഷൻ ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. കൂടാതെ ഫ്രണ്ട്ഷിപ്പ് ഈസ് നോട്ട് ഈക്വൽ ടു ലവ് എന്നും സാർ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടാതെ ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ പാലിക്കേണ്ടതുമായ കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല. അടുത്തതായി ന്യൂട്രീഷനെ കുറിച്ച് ക്ലാസ് എടുത്തത് ഡോക്ടർ പ്രിയ ശ്രീനിവാസൻ മാം ആണ്. മാം ന്യൂട്രീഷനെ കുറിച്ചും നമുക്ക് ആവശ്യമായ ബാലൻസ് ഡയറ്റിനെ കുറിച്ചും വിശദീകരിച്ചു തന്നു. നാം കഴിക്കുന്ന ആഹാരത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിരിക്കണമെന്നും ഓരോ വളർച്ചയിലും ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചും മാം മനസ്സിലാക്കി തന്നു. ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ന്യൂട്രീഷ്യൻസ്, ഈസി വേസ് ടു ഇംപ്രൂവ് ആ ന്യൂട്രീഷൻ എന്നിവയെക്കുറിച്ചും മാം വിശദീകരിച്ചു തന്നു. നാം എപ്പോഴും വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ജങ്ക് ഫുഡ് പൂർണ്ണമായും തന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് മാം പറഞ്ഞു. സ്കൂളിൽ നിന്നും നൽകുന്ന അയൺ ടാബ്ലറ്റ്സ് തീർച്ചയായും നമ്മൾ കഴിച്ചിരിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിന് പ്രയോജനമുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മാം ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. മാം വളരെ നന്നായി തന്നെ നമുക്ക് ന്യൂട്രീഷന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. അടുത്തതായി ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. അതിൽ പല കുട്ടികളും അവരുടെ സംശയങ്ങൾ ചോദിച്ചു. അതിന് സാറും മാഡവും എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ഉത്തരം നൽകുകയും ചെയ്തു. 30 ചോദ്യങ്ങളാണ് കുട്ടികൾ ചോദിച്ചത്. എന്നാൽ സമയപരിമിതി മൂലം കുറെ ക്വസ്റ്റ്യന് ആൻസർ നൽകാൻ കഴിഞ്ഞില്ല. അതൊക്കെ മറ്റൊരു അവസരത്തിൽ പറഞ്ഞു തരാമെന്ന് സാർ പറഞ്ഞു തന്നു. അവസാനമായി കൃതജ്ഞത അർപ്പിച്ചത് ഹരിപ്രിയനാണ്. ഹരിപ്രിയൻ NSSന്റെ വോളണ്ടിയറാണ്. അങ്ങനെ കൃതജ്ഞതയോടുകൂടി ഈ വെബിനാർ അവസാനിച്ചു. രാത്രി 9 മണിയോടുകൂടിയാണ് ഈ മീറ്റിംഗ് അവസാനിച്ചത്. ഈ ഒരു ക്ലാസിന്റെ ഏകദേശം വിവരണം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളെല്ലാവരും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉടനീളം പാലിക്കുകയും വേണം. കൗമാരപ്രായത്തിൽ നമുക്കറിയേണ്ട പല സംശയങ്ങളുടെയും ഉത്തരം കൂടിയാണ് ഈ ഒരു ക്ലാസ്. എല്ലാ കുട്ടികളും ഈ ഒരു റിപ്പോർട്ട് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.